ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൽസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് ചിക്കൻ റോൾ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് 2 നുള്ളി ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ കൈവച്ചൊന്ന് പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. കപ്പളവിൽ പറയുകയാണെങ്കിൽ 1 കപ്പോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 തവി ചിക്കൻ സ്റ്റോക്ക്, നമ്മൾ ആ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഒട്ടിച്ചെടുക്കാനുള്ള സ്ലറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിൽ എങ്ങനെ റോൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ വശങ്ങൾ നമുക്ക് അവസാനം ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. ഒന്നുകിൽ പത്തിരി പ്രസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കോയിൽ വെച്ചിട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാം. ശേഷം ഒരു 2 സ്പൂണ് മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ വശത്തും നമുക്ക് ഇതുപോലെ സ്ലറി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 10 സ്ലൈസ് ബ്രെഡിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ അരികുകളൊക്കെ അതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തൊന്ന് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റോൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലറിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് റോൾ എടുത്തിട്ടും ആദ്യം ഈ ഒരു സ്ലറിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഒട്ടും എണ്ണ കുടിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നല്ലപോലെ ചൂടാക്കി എടുക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്ത് വെക്കുക കേട്ടോ. ഇതുപോലത്തെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്ട്രെയിനറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ ഗ്യാസ് റോളിലിട്ട് അടിച്ചൊന്നും വെക്കരുത് കേട്ടോ. ഇതുപോലത്തെ എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രെയിനറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചു വെക്കുക കേട്ടോ. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി നമ്മളിതാ ഇതുപോലെ ഓരോ ബ്രെഡ് റോള് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ
ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഹൈ ഓർ മീഡിയം ഫ്ലെയിമിലാട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോളിന് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അത് ബ്രെഡ് വെച്ചാൽ ചെയ്തതെന്ന് നമുക്ക് തോന്നിയല്ല, അത്രയും ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.